പാലിൻ്റെ വില കൂട്ടുമ്പോൾ അതിനെ എതിർക്കാത്ത കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷം ഞങ്ങളുടേതാണ്. ഞാൻ സമ്മതിക്കുന്നു എതിർക്കാൻ. മാത്രമല്ല മിൽമയിലേക്ക് ഒരു സമരം നടത്തിയിട്ടുണ്ട്, വില കൂട്ടണമെന്നും പറഞ്ഞ്. ഈ പ്രാവശ്യം കൂട്ടിയപ്പോഴല്ല, ഇപ്പം കൂട്ടിയതിൻ്റെ കേട് എൻ്റെ തലയിലായിരിക്കണം. നമ്മൾ വന്നതിന് ശേഷം കൂട്ടിയാന്നിരിക്കണം. ഈ മണിയാശാനൊക്കെ നേരത്തെ പോയി ഇതെല്ലാം ശരിയാക്കി എല്ലാം ഓർഡറൊക്കെ ഇറക്കിയിട്ട് ഇപ്പോൾ അതങ്ങ് പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? എന്നാലും ഞാനതിനെ എതിർത്തില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായി ലോക ക്ഷീരദിനത്തിൽ ക്ഷീരദിന ആശംസകൾ നേരുകയാണ്. ഞാൻ നിയമസഭയിൽ സഹപ്രവർത്തകരുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നത് ക്ഷീര കർഷകരുടെ വക്താവായിട്ടാണ്. കഴിഞ്ഞ 25 വർഷം ഞാൻ അഭിമാനത്തോടെ പറയും, ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകർക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള MLA ഞാനാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരാളാണ്. ബില്ല് വരുമ്പോഴും എല്ലാ കാര്യത്തിലും സംസാരിക്കും. കാരണം അതിനൊരു പശ്ചാത്തലമുണ്ട്. ഞങ്ങളുടെ എല്ലാം ഗ്രാമത്തിൽ പശുക്കളെ വളർത്തിയിരുന്ന ധാരാളം സ്ത്രീകളെയും ക്ഷീര കർഷകരെയും എനിക്ക് നേരിട്ടറിയാമായിരുന്നു. എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ വീട്ടിൽ പശുക്കളെ വളർത്തിയിരുന്നു. പശുവിനെ വളർത്തുന്നതിൻ്റെ ഒരു പ്രയാസവും അതിൻ്റെ വിഷമവും അതിൻ്റെ ദുഃഖവും എല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. വീട്ടിലെ ക്ഷീരവകുപ്പിൻ്റെ മന്ത്രി അമ്മ തന്നെയായിരുന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് തൊഴുത്ത് കഴുകി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക, കറക്കാൻ വേണ്ടി മാത്രമാണ് ആളുകൾ വന്നിരുന്നത്. അമ്മയെ സഹായിക്കുക. ആൺകുട്ടികൾ മാത്രമുള്ളതുകൊണ്ട് ഞാൻ തൊഴുത്ത് കഴുകിയിട്ടുണ്ട്, പശുവിനെ കുളിപ്പിച്ചിട്ടുണ്ട്, പുല്ല് വെട്ടിയിട്ടുണ്ട്. വൈക്കോൽ തുറുവിൽ നിന്ന് വൈക്കോൽ എടുത്തിട്ട് അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറയുമ്പോൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതിലൊരു രഹസ്യം കൂടിയുണ്ട്. ഇതിൽ നിന്ന് പുറത്ത് പാല് വിൽക്കുമായിരുന്നു. പാല് വാങ്ങിക്കാൻ വന്നവർക്ക് പാൽ അളന്നു കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു രഹസ്യം കൂടിയുണ്ട്. ഇത് അമ്മയുടെ സ്വകാര്യ സമ്പാദ്യമായിരുന്നു. ഇതിൽ നിന്നുള്ള വരുമാനം അതിൽ നിന്ന് സ്വാധീനിച്ച് ഇടയ്ക്കിടയ്ക്ക് പൈസ മേടിക്കുമായിരുന്നു, കോളേജിൽ പഠിക്കുമ്പോൾ പോലും. അത് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് വൈക്കോലും പുല്ലും മതി. കാലിത്തീറ്റയൊക്കെ പശുവിന് കിട്ടുന്നത് നമ്മൾ ഓണത്തിനും വിഷുവിനും പായസം വെക്കണമല്ല, പല കാലത്തുമാണ് പശുവിന് കിട്ടുന്നത്. നല്ല പുല്ലും നല്ല വൈക്കോലും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ഷീരകർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? പുല്ലുമില്ല, വൈക്കോലും ഇല്ല, അല്ലേ? വളരെ കുറവ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാർ പുല്ല് വെട്ടറാണപ്പോൾ എനിക്ക് ദേഷ്യം വരും. കാരണം പുല്ല് പശുവിനുള്ളതാണെന്നാണ് നമ്മുടെ ധാരണ, ചെറുപ്പത്തിലെ മുതലുള്ള ധാരണ. ഇന്ന് പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ കാർഷിക മേഖല തകർന്നപ്പോൾ, ഇപ്പോൾ വന്യജീവി ആക്രമണം കൊണ്ട് ഭൂമിക്കടിയിലൊരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല. മൈഗ്രേറ്റ് ചെയ്ത കർഷകരെല്ലാം ചെയ്തിരുന്നത് കപ്പ, ചേന, ചേമ്പ് ഇതൊക്കെയായിരുന്നു. പന്നി വന്നിട്ട് ഭൂമിക്കടിയിൽ ഒരു കൃഷി നടക്കുന്നില്ല. വാഴ വന്ന് ആന നശിപ്പിക്കുകയാണ്. നാളികേരം മഞ്ഞങ്ങ പരുവത്തിൽ കുരങ്ങനിട്ടുകൊണ്ട് പോവുകയാണ്. ആന വന്ന് എല്ലാം ചവിട്ടി നശിപ്പിക്കുകയാണ്. ഇപ്പോൾ കർഷകർ സത്യത്തിൽ മലയോരത്തെ കർഷകരിൽ പലരും ജീവിക്കുന്നത് പശുവിനെ കറന്ന് ആ പാല് വിറ്റിട്ടാണ് ജീവിക്കുന്നത്. വലിയ ആശ്രയമായിട്ട് ആളുകളുടെ മാറുകയാണ്. പക്ഷെ കാലിത്തീറ്റയുടെ വില പണ്ട് ഞാൻ സി ദിവാൻ സാറ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഇത് കൂട്ടി, പാലിൻ്റെ വില കൂട്ടി. പാലിൻ്റെ വില കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടിയ വില നോക്കിക്കഴിഞ്ഞാൽ ഒരാഴ്ച ഡെയിലി 5 ലിറ്റർ പാലളക്കുന്നതിന് 7 ദിവസം 35 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു. ആർക്ക്? പാലിൻ്റെ വില കൂട്ടിയപ്പോൾ കർഷകന്. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കാലിത്തീറ്റക്കാരപ്പോൾ 50 രൂപ കൂട്ടി. അപ്പോൾ സത്യത്തിൽ കർഷകന് നഷ്ടമായി. പാലിൻ്റെ വില കൂട്ടുമ്പോൾ ഈ കാലിത്തീറ്റക്കാർ അപ്പോൾ കാലിത്തീറ്റയുടെയും വില കൂട്ടും. അതുകൊണ്ട് ഈ പാലിൻ്റെ വില കൂട്ടുന്നതിൻ്റെ ഗുണം ക്ഷീരകർഷകർക്ക് പലപ്പോഴും ലഭിക്കാറില്ല. ഞാൻ വലിയ ബഹളം അസംബ്ലിയിൽ ഉണ്ടാക്കിയ ഒരാളാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. പാലിൻ്റെ വില കൂട്ടുമ്പോൾ അതിനെ എതിർക്കാത്ത കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷം ഞങ്ങളുടേതാണ്. ഞാൻ സമ്മതിക്കുന്നു എതിർക്കാൻ. മാത്രമല്ല മിൽമയിലേക്ക് ഒരു സമരം നടത്തിയിട്ടുണ്ട്, വില കൂട്ടണമെന്നും പറഞ്ഞ്. ഈ പ്രാവശ്യം കൂട്ടിയപ്പോഴല്ല, ഇപ്പം കൂട്ടിയതിൻ്റെ കേട് എൻ്റെ തലയിലായിരിക്കണം. നമ്മൾ വന്നതിന് ശേഷം കൂട്ടിയാന്നിരിക്കണം. ഈ മണിയാശാനൊക്കെ നേരത്തെ പോയി ഇതെല്ലാം ശരിയാക്കി എല്ലാം ഓർഡറൊക്കെ ഇറക്കിയിട്ട് ഇപ്പോൾ അതങ്ങ് പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? എന്നാലും ഞാനതിനെ എതിർത്തില്ല. മന്ത്രി പറഞ്ഞതുപോലെ എപ്പോഴും നമുക്ക് വലിയ കൂട്ടിയാൽ വലിയ എതിർപ്പ് ആളുകളിൽ നിന്ന് വരും. അപ്പോൾ
എപ്പോഴും കൂട്ടാതെ ആവശ്യമുള്ള സമയത്ത് ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ കൂട്ടുമ്പോൾ വില വർദ്ധിക്കുമ്പോൾ ഇതിന് കൂടുന്നതിന് ഞാൻ എതിരല്ല. കാരണം സാധാരണ രാഷ്ട്രീയക്കാർ ഇതിന് കൂട്ടുന്നതിനെ എതിർക്കും. കാരണം ഇത് 98% ആളുകൾ ഇത് കൺസ്യൂം ചെയ്യുന്നവരാണ്. അവർക്കാണ് വില. സാധാരണക്കാർക്കൊക്കെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ആ അധ്വാനമാണ്, ക്ഷീരകർഷകരുടെ അധ്വാനമാണ്. അത് ആലോചിക്കുമ്പോൾ കുപ്പിവെള്ളത്തിന് എത്ര കാശ് വേണമെങ്കിലും മേടിച്ച് കുടിക്കുക. പാല് മേടിക്കുമ്പോൾ ഒരു എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് നമുക്ക് മാറ്റണം. അത് നമുക്ക് മാറ്റിയിട്ട് അവരെ കൂടി നമുക്കൊരു വലിയ അംഗീകരിക്കണം. അവർക്ക് ഏതെല്ലാം തരത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയിക്കണം. ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്തി പറയല്ല, നല്ല കാര്യമാണ്. വിരലൊക്കെ നന്നായിട്ട് നെയിൽ പോളിഷൊക്കെ ചെയ്ത് ഭംഗിയായിട്ടുള്ള വിരലുകളൊക്കെ കാണുമ്പോൾ നല്ലതാണ് അല്ലേ? പക്ഷെ ക്ഷീര കർഷകരുടെ സ്ത്രീകളുടെ വിരലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഴിനകം കുത്തിയ വിരലുകളാണ്. കുഴിനകം കുത്തിയ വിരലുകളാണ് അവരുടെ വിരലുകൾ. ശ്രദ്ധിക്കണം. സ്ത്രീകളാണ് ഇതിനകത്ത് ഭൂരിഭാഗം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ UN ഏറ്റവും നല്ല സ്ലോഗനാണ് സെലിബ്രേറ്റിംഗ് ദ വിമൻ ഫാർമേഴ്സ്. സ്ത്രീകളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതിന് നമുക്ക് വലിയ പിന്തുണ കൊടുക്കണം. ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞു 70 ലക്ഷമാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, 86 ലക്ഷമാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. നമ്മൾ പുറത്തുനിന്ന് വരികയാണ് പാല്. സത്യത്തിൽ എനിക്ക് ഈ വകുപ്പ് ഭയങ്കര നോട്ടം ഉണ്ടായിരുന്ന ആളാണ്. ഈ വകുപ്പ് ഞാൻ പിന്നെ ബിന്ദു ആയതുകൊണ്ട് ഇത് നന്നായി നടത്തും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ബിന്ദുവിന് കൊടുത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വകുപ്പാണ്. അത് നമുക്കൊരു ടാർഗറ്റ് വേണം. നമുക്കൊരു ടാർഗറ്റ് എന്താ? 70 ലക്ഷം ലിറ്ററാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കൊരു 3 വർഷത്തേക്കൊരു ടാർഗറ്റ് ചെയ്യണം. 100 ലക്ഷം ലിറ്റർ, 1 കോടി ലിറ്റർ നമുക്ക് പാൽ ഉൽപ്പാദനം കേരളത്തിൽ വർദ്ധിപ്പിക്കണം. നിങ്ങളത് ചെയ്തു തന്നാൽ ഞാനൊരു വാക്കുകാരിയാണ്. ഇതൊന്നും പുറത്തേക്ക് കയറ്റി അയക്കണ്ട, വേറെ പുറത്തേക്ക് കൊണ്ട് വാല്യൂ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പാലിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾക്ക് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തത്, ഫുൾ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഈ പാലിൻ്റെ ഈ വിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇത് അവർക്കും കിട്ടും അല്ലേ, തൊഴിലാളികൾക്കും കിട്ടും. നമ്മുടെ സൊസൈറ്റികളാണ് ഇത് ചെയ്യുന്നത്. 3500ഓളം സൊസൈറ്റികൾ കേരളത്തിലുണ്ട്. മിൽമ വലിയ പങ്ക് കേരളത്തിലെ ക്ഷീരോത്പാദനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനമാണ് മിൽമ അല്ലേ, നമുക്ക് മറക്കാൻ പറ്റില്ല. എന്നിട്ടും എനിക്ക് തോന്നുന്നത് സൊസൈറ്റികളുടെ കീഴിൽ ഒരു 50% താഴെ ഉണ്ടാവുള്ളൂ ക്ഷീര കർഷകർ. കൂടുതൽ ആളുകളെ സൊസൈറ്റികളുടെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിൻ്റെ അകത്തൊക്കെ ഒരു വല്ലാത്ത രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ സൊസൈറ്റികൾക്ക് നമ്മൾ നല്ല ബാക്കപ്പ് തരാം, നല്ല പിന്തുണ തരാം. ഈ മേഖലയിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കണം. വലിയ ലക്ഷ്യം. ഞാൻ പറഞ്ഞില്ലേ, 1 കോടി ലിറ്റർ പാല് കേരളത്തിൽ 3 വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് 3 കൊല്ലം കഴിയുമ്പോൾ നോക്കിയാൽ പോരാ, ഞാൻ ഇനി എല്ലാ 6 മാസം കൂടുമ്പോഴും ചെക്ക് ചെയ്യും പാലിൻ്റെ ഉൽപ്പാദനം കൂടിയിട്ടുണ്ടോ ഇല്ലയെന്ന്, പ്രോപ്പറായിട്ടുള്ള റിവ്യൂ ചെയ്യും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ, നാമമാത്ര കർഷകരായ, ഏറ്റവും പാവപ്പെട്ടവരായ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവരുടെ മേഖലയാണ്. അവിടെ നമുക്ക് വലിയ മാറ്റം നമുക്കുണ്ടാകണം. അവരെ അഭിമാനത്തോടു കൂടി ഞാനൊരു ക്ഷീര കർഷകയാണ് എന്ന അഭിമാനത്തോടു കൂടി അവർ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നമുക്ക് ഉണ്ടാക്കണം. പിന്നെ പാലിൻ്റെ ക്വാളിറ്റി ഒരു കാരണവശാലും അത് കോംപ്രമൈസ് ചെയ്യരുത്. പാലിൻ്റെ കുഞ്ഞുങ്ങളാണ് കൂടുതൽ പാൽ കുടിക്കുന്നത് അല്ലേ, കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ പാൽ കുടിക്കുന്നത്. ആ ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ ആ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം, ഇപ്പോൾ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, നല്ലതാണ്, പക്ഷെ അത് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എല്ലാം അവൈൽ ചെയ്ത് ഇത് അളക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളത് റാൻഡമായിട്ടുള്ള ചെക്കിങ് നടത്തി ഇതിൽ പാലിൽ മായം ചേർത്താൽ അത് പിടിക്കപ്പെടും എന്നുള്ളൊരു ഭയം ഈ രംഗത്തുണ്ടാകണം. ഒരു തരത്തിലും മായം ചേർക്കാൻ അനുവദിക്കാതെ നല്ല ശുദ്ധമായ പശുവിൻ പാൽ ആളുകൾക്ക് കിട്ടുന്ന തരത്തിലേക്കുള്ളൊരു ക്വാളിറ്റി നമുക്ക് പറയണം. കേരളത്തിലാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പശുവിൻ പാലുള്ളത് എന്ന് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് 1ാം സ്ഥാനത്ത് എത്താൻ പറ്റും. പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഈ മേഖലയിൽ എത്താൻ പറ്റും. അതുകൊണ്ട് ഇനി മുതൽ ഈ വകുപ്പിന് വലിയ മുൻഗണന ഉണ്ടാകും, വലിയ പ്രാധാന്യം ഉണ്ടാകും. വളരെ ശ്രദ്ധയോടുകൂടി ഉൾപ്പെടെ ഇത് വീക്ഷിക്കും. അത് നല്ല ഉദ്യോഗസ്ഥരുടെ ഒരു ടീമുണ്ടാവും. അവരെല്ലാവരും ചേർന്നുകൊണ്ട് അവർക്കെല്ലാം എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്ത് പുത്തൻ പദ്ധതികൾ ആവിഷ്കരിച്ച് ഈ കാലിത്തീറ്റയുടെ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ഗവൺമെൻറ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം.
തോന്നിയതുപോലെ ആളുകൾക്ക് കാലിത്തീറ്റ കൂട്ടാതെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ കൂടി അതിൻ്റെ അകത്ത് നല്ല രീതിയിലുണ്ടാകണം. തോന്നുമ്പോൾ കാലിത്തീറ്റ കൂട്ടി ഈ ക്ഷീര കർഷകരെ ദ്രോഹിക്കാൻ പറ്റില്ല. പാലിന് വില കൂട്ടിയാൽ അപ്പോഴാണ് ഇത് കൂട്ടാമെന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. പാലിന് വില കൂട്ടിയ ആദ്യത്തെ 2 ആഴ്ച ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, ഇത് കാലിത്തീറ്റയ്ക്ക് വില കൂടും. അപ്പം അതിൻ്റെ കിട്ടുന്നതിൻ്റെ ആ ലാഭം പോയില്ലേ അല്ലേ? അല്ലെങ്കിൽ ഒരു വിഷമമുള്ളത് കൊണ്ടല്ലേ നമ്മളത് കൊടുക്കുന്നത്, അത് കൊടുക്കണം. പിന്നെ ഈ കാലിത്തീറ്റ ഈ പുല്ലിൻ്റെ കൃഷി കുറേ കൂടെ വ്യാപകമാക്കി, കുറേ കൂടി ഈ കാലിത്തീറ്റയെ കൂടുതൽ ആശ്രയിക്കാതെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ലോക്കൽ ബോഡികളെ കോർഡിനേറ്റ് ചെയ്യണം. സബ്സിഡി, കാലിത്തീറ്റ സബ്സിഡി എല്ലാം ഒരു കമ്പോണൻ്റായിട്ട് ലോക്കൽ ബോഡികളെ വയ്ക്കാൻ പറയണം. ജില്ലാ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാം പദ്ധതികളെ ഒരു കമ്പോണൻ്റ്, വലിയ എമൗണ്ടൊന്നും നമ്മൾ ചോദിക്കണ്ട, ഒരു കമ്പോണൻ്റ് കാലിത്തീറ്റ സബ്സിഡിക്കായിട്ട് വയ്ക്കാൻ പറ്റണം. നമുക്ക് കാലിത്തീറ്റ സബ്സിഡി കൊടുക്കുമ്പോൾ ഇവന്മാർ കൂട്ടരുത്, വീണ്ടും ഇവർ കൂട്ടരുത്. നമ്മൾ സബ്സിഡി കൊടുക്കുമ്പോൾ അവർ കൂട്ടരുത്. ആ സബ്സിഡിയുടെ പ്രയോജനം ക്ഷീരകർഷകർക്ക് കിട്ടുന്ന തരത്തിൽ എന്തായാലും അതിൻ്റെ ലീഗലായിട്ടുള്ള വഴികളൊക്കെ നമുക്ക് ആലോചിക്കാം. ഈ മാർക്കറ്റ് വിലയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകും. നമുക്കൊരു സമഗ്രമായ ഒരു ക്ഷീര വികസന പദ്ധതി വലിയ ടാർഗറ്റോടുകൂടി ഈ പറഞ്ഞതുപോലെ 1 കോടി ലിറ്റർ മനസ്സിലെല്ലാവരും വേണം. മിൽമ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും മനസ്സിലെ ടാർഗറ്റ് അതായിരിക്കണം. അതിന് ഏതെല്ലാം തരത്തിൽ അവരെ ക്ഷീര കർഷകരെ നമുക്ക് സഹായിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ സർക്കാരുണ്ട് എന്നുള്ള വാക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ലോക ക്ഷീര ദിനം അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ശില്പശാലയും ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.